ഹായ്, എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ ഞാൻ ഇഡ്ഡലി ചെമ്പൊന്ന് പുറത്തേക്ക് എടുത്ത് വയ്ക്കുന്നത് കണ്ടപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇന്നത്തെ പലഹാരം എന്താണെന്ന്. അതെ, അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഈ ഒരു അടയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്പെഷ്യൽ അടയുടെ റെസിപ്പി ഒന്ന് കണ്ടാലോ? നന്നായിട്ട് പഴുത്ത 2 നേന്ത്രപ്പഴവും കുറച്ച് ഗോതമ്പ് പൊടിയും കൊണ്ടാണ് ഇന്ന് ഈ ഇലയുടെ ഉണ്ടാക്കണത്. വീഡിയോ നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട കാണണേ. വാഴയിലയിലെ ആവിയിൽ വേവിച്ചെടുക്കുന്ന ഹെൽത്തി ആയിട്ടുള്ളൊരു ഇലയുടെയാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണേ. ഇതിന് വേണ്ടിയിട്ട് നന്നായിട്ട് പഴുത്ത 2 നേന്ത്രപ്പഴം ചെറിയ പീസായിട്ട് മുറിച്ചെടുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ഈ ഒരു നേന്ത്രപ്പഴം അരച്ചെടുക്കുന്ന സമയത്ത് വളരെ കുറച്ച് വെള്ളം മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ. നന്നായിട്ട് അരച്ചെടുത്ത നേന്ത്രപ്പഴം ഞാനിതാ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് ഗോതമ്പ് പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് കഴുകി ഉണക്കിയ ഗോതമ്പ് പൊടിച്ചെടുത്ത പൊടിയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ റേഷൻ കടകളിൽ നിന്ന് കിട്ടുന്ന ആ ഗോതമ്പ് പൊടി ഉണ്ടല്ലോ, അതെടുത്താലും മതിയേ. സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമുക്കിത് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഈ ഒരു 2 നേന്ത്രപ്പഴത്തിലേക്ക് ഞാനിവിടെ 5 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ചപ്പാത്തി മാവിൻ്റെ ആ പരുവത്തിലല്ല കേട്ടോ, അതിനേക്കാളും കുറച്ചുകൂടെ ലൂസായിട്ടാണ് ഞാൻ ഈ മാവ് കുഴച്ചെടുക്കണത്. ഈ ഒരു അടയുടെ ഫില്ലിങ്ങിനായിട്ട് നമ്മൾക്ക് ഒരു മുറി തേങ്ങ കൂടി ചിരകിയെടുക്കാമേ. ചിരകിയെടുത്ത തേങ്ങയിലേക്ക് മധുരത്തിനാവശ്യമായ പൊടിച്ച ശർക്കര കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കാപ്പൊടിയോ നല്ല ജീരകമോ ഏതാണെങ്കിലും ചേർത്ത് കൊടുക്കാമേ. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകമാണ് കേട്ടോ ചേർത്ത് കൊടുക്കണത്. കുറച്ച് വാഴയില എടുത്തതിന് ശേഷം അത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് തുടച്ചെടുക്കാം. കുഴച്ച് വെച്ച മാവ് കുറേശ്ശെയായിട്ട് എടുത്തിട്ട് വാഴയിലയിൽ വെച്ച് പരത്തിയെടുക്കാം. ഈ ഒരു മാവ് ലൂസായതുകൊണ്ട് തന്നെ പരത്തിയെടുക്കുന്ന സമയത്ത് കയ്യിൽ ഒട്ടിപ്പിടിക്കുക. കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൽ കൈ നനച്ച് കൊടുത്തതിന് ശേഷം കുറേശ്ശെയായിട്ട് പരത്തിയെടുത്താൽ മതി. അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് മാവ് ഇതാ ഞാനിവിടെ പരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യമുള്ള ഫില്ലിങ് കൂടി വെച്ച് കൊടുക്കാം. മധുരത്തിന് ശർക്കരയ്ക്ക് പകരം പഞ്ചസാര വേണേലും എടുക്കാമേ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഫില്ലിങ്ങിലേക്ക് പഴം ചെറുതായിട്ട് നുറുക്കിയതും അവിലും ഒക്കെ ചേർത്ത് കൊടുക്കാമേ. ഞാനിപ്പോൾ ഇവിടെ തേങ്ങയും ശർക്കരയും മാത്രമേ ചേർത്ത് കൊടുക്കണുള്ളൂ. ഒരു സൈഡിലെ ഫില്ലിങ് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾക്കിതാ ഇതേപോലെ ഒന്ന് ഇല മടക്കിയെടുക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കല്ലേ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട കേട്ടോ. ഞാനിതാ ലാസ്റ്റിൽ അടയും കൂടെ ഇതാ മടക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾക്ക് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം. ഒരു ഇഡ്ഡലി ചെമ്പിൽ ആവശ്യത്തിന് വെള്ളം എടുത്തിട്ട് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. തിളച്ച് വരുന്ന സമയത്ത് ആവി കയറ്റിയെടുക്കാനുള്ള തട്ടും കൂടി അതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ഓരോ ഇലയുടെയായിട്ട് തട്ടിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം മൂടി വെച്ച് വേവിച്ചെടുക്കാം. കുറച്ച് ലൂസായിട്ടാണല്ലോ നമ്മൾ ഈ ഒരു മാവ് കുഴച്ചെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇലയുടെ വെന്ത് കിട്ടാൻ ഏകദേശം ഒരു 20-25 മിനിറ്റ് സമയം വേണ്ടി വരും കേട്ടോ. ഇനി ഇതൊന്നേ നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. ഒരു തുള്ളി എണ്ണയോ പഞ്ചസാരയോ ഒന്നും ചേർക്കാതെ ആവിയിൽ വേവിച്ചെടുക്കുന്ന ഹെൽത്തി ആയിട്ടുള്ളൊരു ഇലയുടെയാണ് കേട്ടോ ഇത്. പിന്നെ നേന്ത്രപ്പഴം അരച്ചെടുത്തൊരു മിക്സിയിലാണല്ലോ നമ്മൾ ഈ ഗോതമ്പ് പൊടി കുഴച്ചെടുത്തത്. അതുകൊണ്ട് തന്നെ ഈ ഒരു അടയുടെ പുറംഭാഗവും നല്ല മധുരം ഉണ്ടായിരിക്കും. പുറമേയുള്ള നേന്ത്രപ്പഴം ഗോതമ്പ് പൊടി മിക്സിൻ്റെ മധുരവും ഉള്ളിലെ മധുരമുള്ള ഫില്ലിങ്ങും പിന്നെ കൂടാണ്ട് നമ്മൾ വാഴയിലയിൽ വേവിച്ചെടുക്കുമ്പോഴുള്ള ഇലയുടെ ഒരു സ്മെല്ലും എല്ലാം കൂടെ നല്ലൊരു സൂപ്പർ ഇലയുടെയാണ് കേട്ടോ ഇത്. എന്തായാലും കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരം തന്നെയാണ് ഇത്. അപ്പോൾ ഇതാ നമ്മുടെ ഇലയുടെയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് തുറന്ന് കാണിക്കാം. അപ്പോൾ ഇതാ ഈ ഒരു ആവി പറക്കുന്ന ഇലയുടെയും കട്ടൻ ചായയൊക്കെ കൂട്ടി ഞങ്ങൾ ചായ കുടിക്കാൻ പോവുകയാണ്. ഇപ്പോൾ ഇതാ നേരിയ തോതിൽ മഴയും പെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങളെല്ലാവരും ചായ കുടിച്ചോ? അപ്പോൾ ഇതേപോലെ ഒരു ഇലയുടെയൊക്കെ ഉണ്ടാക്കി കഴിച്ചതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സ് വഴി ഒന്ന് അറിയിക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. പുതിയൊരു റെസിപ്പിയുമായി ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.